ഇന്ന് നമ്മളൊരു വലിയൊരു ഇഫ്താർ വിരുന്നാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. കഞ്ഞിയുണ്ട്, പിന്നെ നമ്മുടെ കുറെ എന്താണ് സമൂസ ഉണ്ട്, ഉന്നക്കായ ഉണ്ട്, ഒരു മറ്റേ ഉണ്ണിയപ്പം മിസ്സിംഗ് ആണ്. പക്ഷെ ഈ കഞ്ഞി ഉണ്ടാക്കിയത് ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. നമ്മുടെ ഹാഷിമാണ് കഞ്ഞി ഉണ്ടാക്കിയത്. ഈ സാധനം മുഹബത്ത് കാ സർബത്ത് അത് സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ സാധനം. ഈ കഞ്ഞി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ കാണണം. അതെ, അപ്പൊ കണ്ടിട്ട് വരും. ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇറച്ചിക്കഞ്ഞിയാണ്. അപ്പൊ നമ്മളെല്ലാരും അതിന്റെ പാചകത്തിലേക്ക് പോകുന്നു. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നോമ്പ് കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 1/2 കിലോ മട്ടൻ, 1 കിലോ ഉണ്ട്, പിന്നെ കുറച്ച് 100 ഗ്രാം നിലക്കടലേ? അത് കപ്പലണ്ടിയാണ്. തേങ്ങ ചിരിയത്, 4 ക്യാരറ്റ്, ടൊമാറ്റോ, സവാള, മല്ലിയില, ഇത് പുറത്തിച്ചക്ക, ചമ്പാ പച്ചരിയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ. പിന്നെ ഇത് പെരിഞ്ചീരകം. അപ്പൊ നമ്മളെ നേരെ വാളും പരിചയമൊക്കെ തരൂ വെട്ടാൻ വേണ്ടി. ഇത്തിരി വാളും നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കഴുകി അടുപ്പത്ത് വെക്കുക. ഇത് വേവാനാണ് നമ്മൾക്ക് സമയം വേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മട്ടൻ നമ്മൾ സെറ്റ് ചെയ്ത് മിൻസ് ചെയ്ത് ഇതിന്റെ കൂടെ ചേർക്കും. ഫസ്റ്റ് നമ്മൾ അരി കഴുകാൻ പോവുകയാണ്. 1 കിലോ അരി വേണമല്ലോ അല്ലേ? വേണം, ഇല്ലേ നമുക്ക് 250 ഗ്രാം. എടാ, ഒരാൾക്ക് 100 ഗ്രാം വെച്ചെങ്കിലും വേണ്ടേ? ഇത് കഴുകാൻ വെള്ളം എടുക്കാം. അതിന് വേണ്ട ഡെഡിക്കേഷൻ കണ്ട തുടങ്ങി പരിപാടി ഇവിടെ. ഇവൻ കൊള്ളാം. നീയല്ലേ പറഞ്ഞ അവൻ ഒഴിവാക്കണം, കോമ്പറ്റീഷൻ ആണ്. ഞാൻ പറഞ്ഞു കാര്യം. മുളയിലേ നുള്ളണം. ഇത് സ്കില്ല് വേണ്ട പരിപാടിയാണ്. ആണെങ്കിൽ ഒന്നും ഇല്ല, പോവില്ല. അരി പഠിക്കാനാണ്. അവനൊക്കെ ഈ കേസ് അറിയാം. എനക്കാണ് അരി പഠിക്കാറുള്ളത്. എടാ, വിഘ്നേഷ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ക്രിക്കറ്റ് പറ്റിയെന്നാണ് എല്ലാവരും. ടോപ്പ് കമന്റ് 9 ആളോട്ടാണോ 10 ആളോട്ടാ പറഞ്ഞു ചിലര്. യെസ്, അരി കഴുകിക്കൊണ്ടിരിക്കണം. ഇവിടെ മട്ടൻ തെളിച്ചുകൊണ്ടിരിക്കുന്നു. ബോൺലെസ് ആക്കുന്നു. ഇതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി എടുക്കണം അല്ലേ? അത് മിക്സിയിൽ മേടിച്ചോളൂ. ഇതിന്റെ പരിപാടി മിക്കവാറും കുറച്ച് ടൈം ആയിട്ട് ഇത് നല്ല ടൈം എടുക്കും. എല്ല് മാത്രമേ ഉള്ളൂ. മറ്റേ സർജറി ഒക്കെ ചെയ്യുന്നു. അതിത് അതിന് മലക്കറിയുടെ കത്തി വെച്ചല്ലേ ഞാൻ സർജറി ചെയ്യുന്നത്. പല്ലായിട്ട് കാണുക. മട്ടൻ സർജറി നമ്മൾ അരി തിളപ്പിക്കാൻ പോവുകയാണ്. അരിയല്ല, വെള്ളം മാത്രം. വെള്ളം തിളപ്പിച്ചിട്ട് അരി അടുത്ത് നമ്മൾ അരി അടുപ്പത്തിടാൻ പോവുകയാണ്. ഓക്കെ, ഇച്ചിരി നേക്കിലിടണം. 1 കിലോ അരിയാണ് നമ്മൾ ഇടുന്നത്. നമ്മള് ഇറച്ചിയിൽ നിന്ന് എല്ലെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മട്ടൺ ബോൺലെസ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറിയ എല്ലൊക്കെ ഉണ്ട്. അത് അത് മിക്സിക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തോണ്ട് വരും, മിൻസ് ചെയ്തോണ്ട്. ഓക്കെ, ചോപ്പർ ഉണ്ടായിട്ടും തൃണവൽക്കരിച്ചുകൊണ്ട് ഇതാ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യമില്ല, നമ്മുടെ ചോപ്പറിൽ ഇപ്പൊ ഇടും. ഇത് അതിനല്ല, ഇത് ചെറുതായിട്ട് ചോപ്പറിന് അരി അയച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത്ര ഇങ്ങനെ നമ്മളെപ്പോഴും ദാസന്റെ ഓതണ്ടിക്ക് കേട്ടിട്ടില്ലേ? ഇതിലിട്ട് അടിക്കാനാണ് വെച്ചത്. ഇത് വെറുതെ ഞാൻ പിന്നെ ചോപ്പറിന്റെ പണി കൊടുക്കട്ടെ, പൈസ കൊടുത്ത് വാങ്ങിച്ചത്. അതാണ് ചോപ്പറിന്റെ. ഓക്കെ, ചോപ്പർ VS CK. നമ്മൾ ഇറച്ചി ഇതിലോട്ട് ഇടാൻ പോയി. ഇപ്പഴിടുന്ന നമ്മള് ഇറച്ചി കഞ്ഞിയിലേക്ക് അല്ല, ഇത് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ചോറിട്ട അരിയിട്ട പറഞ്ഞു. അരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കണം ഇതിനകത്ത് കിടന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇളക്കണം.
നല്ലോണം ഇളകി കൊടുക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിക്കണ മാത്രമല്ല എന്റെ പയ്യൻ പറഞ്ഞാട്ടെ നല്ല മണം. ഇനി അത് അടച്ചു വെച്ചേരാ. ഓക്കെ, നമ്മള് മട്ടനും അരിയും കൂടെ ഇട്ട് വേവിക്കാണ്. ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇളക്കണ്ട, അത് അടച്ചു വെക്ക്. ഇതിങ്ങനെ ബീറോളായിട്ട് പോകും. ഇതേപോലെ ഇവിടെ അടച്ചു വെച്ചോടാ, അത് പലതും കാണിക്കും. ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യമായ മഞ്ഞപ്പൊടി ഇടാം. ആവശ്യത്തിന് മഞ്ഞപ്പൊടി, ഉപ്പിടെയാണ് ഉപ്പ്. മുളക് പൊടി ഒന്നും ഇതിലില്ല. മുളകില്ല. അപ്പോൾ നമ്മൾ അരി ഒരുവിധം വെന്ത് മട്ടനും ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. ആദ്യം നമുക്ക് അരച്ച, നമ്മൾ നേരത്തെ കണ്ട വെള്ളക്കടല, അത് നമ്മൾ രാവിലെ കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തത് അത് ഇട്ട് കൊടുക്കാം. രണ്ട് പിടി മതിയാ? 2 പിടി. നമ്മൾ ക്യാരറ്റ് വേണം. കൂടുതൽ സാധനം അരിഞ്ഞിട്ട് കുറച്ച് കൂടുതലുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ടേസ്റ്റിന് അത് കോംപ്രമൈസ് ചെയ്യും. ഇത് ക്യാരറ്റ് നമ്മൾ ഇത്രയും വേണ്ട, ഇതൊരു 2 പിടി. എന്തിന്റെ ഇത്ര അരിയിപ്പിച്ചവന്മാരെ കൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വേണ്ടെന്ന് ആദ്യമേ. ഇതൊക്കെ എന്തുമാത്രം. അടുത്ത സവാള കുറച്ചു കിട്ടോടെ, ഇത്ര അരിഞ്ഞല്ലേ? കൂടിപ്പോയിട്ട് കാര്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി. അടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇത് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത്, അതാണ് ഏറ്റവും കുറച്ചിടാവുള്ളത്. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇഞ്ചി കടിക്കും. അടുത്ത തക്കാളി നമുക്ക് ഇത്രയും ഇടാം. അതെന്തൊരു കടിക്കൂല. താണ്ട് ഇടുന്ന കണ്ടില്ലേ? പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്ലേവറിൽ കുറച്ചൊരു മധുരം വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല, അതിനുവേണ്ടി നമ്മൾ പച്ചമുളക് ഇടുകയാണ്. കുറച്ചുകൂടെ മുളക് ഇരിപ്പുണ്ടോ? ഇത് എരിയുള്ള മുളകാണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. റിസ്ക് എടുക്കണോ? ഒരിതും കൂടെ ഇട്ടോ. കടിച്ച് എരി പറയോ? സോന് കടിച്ച് എരി പറയോ? ഇത് മതിയാവും. ഇത് പോരടാ, ഇത് പോരാ. എന്തൊരു പോരുന്നു ഇത് എരി പോരാ. ഹൈലൈറ്റ് മുഖം ഒന്നുകൂടെ പറയാം. എരി പോരടാ. ഓക്കെ, എരി പോരാ. 2 അതല്ല, മുളക് കടിച്ച എല്ലാവർക്കും എരി വരും. പിന്നെ എടാ നീ മണ്ടത്തരം കാണിക്കാതിരി. എടാ മുളക് കടിച്ച എല്ലാവർക്കും എരി വരും. നീ നോക്കിയാണത്. എടാ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെന്നാണ് ചോദിച്ചത്. ഇത് ഇല്ലെങ്കിൽ കടിച്ച എരി വരും എന്നുള്ള. ഇല്ലെങ്കിൽ വലുതായിട്ട് കീറിയിട്. ഇനി കീറണോ? ഒരെണ്ണം കീറി അങ്ങിട്. അല്ലടാ കീറിയിട്ട് അങ്ങ് വെന്തോളും. ചില പഴങ്ങഞ്ഞ കടയിൽ കുഴങ്ങി വരും. 2 ഇട്ടോ. പക്ഷെ നല്ല മണോടാ, സൂപ്പർ മണം. ഞാൻ തേങ്ങാപ്പാലും മറ്റേ പെരിഞ്ചീരത്തിന്റെ കൂടെ കയറുമ്പോൾ അവസ്ഥ ആലോചിക്കുന്നു. സാധനം ഇരിക്കും. ആ തേങ്ങാപ്പാല് തേങ്ങാപ്പാലും ആ മറ്റേ പെരിഞ്ചീരം കൂടെ കയറുമ്പോഴേ ഇത്ര മണയില്ല കേട്ടാ. മണമായില്ല കേട്ടാ. എടാ ആദ്യം അതൊന്ന് ഇതെല്ലാം ഒന്ന് വേവട്ടെ. ഇപ്പൊ സാധനം ഇട്ടതല്ലേ ഉള്ളൂ, ഒന്ന് അടച്ചു വെച്ചു. അതവിടെ വെച്ചിട്ട് അതുകൊണ്ട് അടച്ചു വെച്ചു. എരി കൂടരുത്. ഓക്കെ, ഇനി ഇത് ഇരുന്നൊന്ന് വേവട്ടെ. ഇത് നമ്മള് മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്ക് പുറമെ കഞ്ഞിക്ക് പുറമെ നോമ്പ് തുറ സ്പെഷ്യൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തണ്ണിമത്ത ഇങ്ങനെ അരിയാം. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെയാണ് അവന്മാർ അരിയണേണ്ടത്. അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ ആയിരിക്കുന്നത്. പിന്നെ അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ റൂ ഓഫ് എൻ്റെ വീട്ടിലുണ്ടാക്കി. എങ്ങനെയല്ല അരിഞ്ഞാ പോരെ. സൈഡിൽ ഇങ്ങനെ അരി. നീ ചുമ്മാ ഇരി, ഞാൻ അരിഞ്ഞോളാം. നിങ്ങളൊരു സ്പൂൺ ഇട്ട് കോരി എടുത്താലും മതി. പ്രൊഫഷണൽസ് അതത്ര വിളഞ്ഞില്ല അല്ലേ? ഇപ്പൊ നോക്കിയോ, സീക്ക് അരിയണം നോക്കിയോ. അതാണ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും അത്. എന്നിട്ട് ഇനി വെട്ടി അരിയണം അല്ലേ? തീക്കൊക്കെ അവസരം. ഇത് ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് തോടും കൂടെ അരിഞ്ഞിടും. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പ്രൊഫഷണൽ. അങ്ങനെ അരിയടാ. ഈ തോടും കൂടെ അരിഞ്ഞിടല്ലേടാ. അങ്ങനെ തോടാണ് മുക്കാലും. ഏതാടാ നീ അരിയണത്. തോളാണ് കായായിട്ട് മാറുന്നത്. മനസ്സിലാക്കണം. നമുക്കിനി റൂ ഹബ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് പാല് റൂ ഹബ്സ് എടുക്കാൻ അവർ പോയിട്ടുണ്ട്. പേര് മാറിപ്പോയി. ഇനി നമുക്ക് പാല് പൊട്ടിക്കാൻ. കടിച്ചു പൊട്ടിക്കണോ? പാല് നമ്മളിങ്ങനെ ആദ്യം ഒഴിക്കണം.
ഓ ഇത് പൊട്ടിയത് 2 സ്ഥലത്ത് വേറെ അങ്ങോട്ട് തെറിച്ച്. ഓക്കെ, ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? പാലും, ഫസ്റ്റ് പാല്, പിന്നെ റൂഹ് ഹഫ്സ ഒരു സാധനം നമ്മൾ മേടിക്കണം. ഓക്കെ. ഇനി കുറച്ച് റൂഹ് ഹഫ്സ എന്ന് പറഞ്ഞ എന്തോ സാധനം. മതി, അത് കലക്കുമ്പോ കളർ നോക്കുമ്പോ അറിയാടാ. ഒരു കളറിനാണ് കളർ മാത്രമല്ല കുറച്ചുകൂടെ മതി. വാവ്, നല്ല മണം. ഇതും കൂടെ ഇട്ടാണ്, ഇനി നമ്മൾ ഇത് ഒഴിക്കും. ഇവിടെ കുറച്ചും വേണം കഴിച്ചാലോ. മതി. ഇനി ഇതട്ടോ, ഇനി നമ്മുടെ തണ്ണിമത്തൻ. വേറെന്തോ ഉദ്ദേശിച്ചിരിക്കണേ. പഞ്ചന്മാര് പോയില്ല. ഓ എവിടെ കുറച്ചൊക്കെ ഇട്ടിട്ട് ഇനി കുറച്ച് പഞ്ചസാര ഇടണം. ഷുഗർ സിറപ്പ് ഉണ്ട് അത് പോരാ, പക്ഷെ പോരട്ടെ, മധുരമില്ല. നല്ല രസമുണ്ടല്ലേ. കൊള്ളാം കൊള്ളാം. ഇനി നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടി സെറ്റ് ചെയ്യാണ് നമുക്ക് നോമ്പ് തുറക്കാൻ അല്ലേ, കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പോമഗ്രാനൈറ്റ്, മാതളങ്ങ. ഇത് വഴിയതാണല്ലോ, വെറുതെ അല്ല കോംബോ ഓഫർ കിട്ടിയത്. ലുലുന്ന് കോംബോ ഓഫർ നമുക്ക്. എവിടെ നീ അത് ഫുള്ള് നടുക്കൊന്ന് കട്ട് ചെയ്ത് നടുക്കൊന്ന് കട്ട് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഫണ്ട് ചോദിക്കാം ലുലു മോളിൽ. അതെടുത്ത് കാണിക്കുന്നു. ഇല്ല, ഒരു സൈഡ് കരിഞ്ഞ്. യൂസഫ് അലിക്ക് ഇത് കാണുന്നത് സൈഡ് മാത്രമല്ല, കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ്, അഴുകി പോയിട്ടുണ്ട്. അതാണ് കോംബോ ഓഫർ. നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം. പക്ഷേ ഇത് നല്ലതാണല്ലോ, ഹാഫല കഴിക്കാൻ കിട്ടും. കുറച്ച് നല്ലതും കാണും, കുറച്ച് അഴിക്കാൻ കോംബോ ഓഫർ. ജീവിതം അങ്ങനെയാണ് മക്കളെ. ഓ അതിനിടയ്ക്ക് അവൻ കണ്ട. നമ്മളിനി അവനെ വിടുകയാണ് റിസോഴ്സ് ആയിട്ട്. ആരെങ്കിലും കൈപ്പണിക്ക് ആളിനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അക്കൗണ്ട് നമ്മളെ അക്കൗണ്ടേ തഴുകുള്ളൂ. അതൊരു കൈപ്പണി. കൈ ഒടിഞ്ഞിരിക്കുന്നവർക്കോ തിരിച്ചടിച്ച് ദാസന്റെ അക്കൗണ്ട് കൊണ്ട് വരരുത്. ദാരിദ്ര്യം കൊണ്ട് തുടങ്ങിയത്. അഖിൽദാസാണ് ഏജന്റ്. അഖിൽദാസിനെ ബന്ധപ്പെടുക, അഖിൽദാസിനെ മാത്രം ബന്ധപ്പെടുക. കണ്ടോ, ഹാഷിമിന് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് ഒരുക്കുന്നത് അല്ലേ. അല്ല, നിങ്ങളെ കൈയൊക്കെ കഴുകിയായിരുന്നാടാ? വാട്ടർമെലനിലാണ് അരുൺ ആ വാട്ടർമെലൻ വൃത്തിയാക്കുന്നത്. ഇനി അടുപ്പിൽ വെക്കുവോ? തണ്ണിമത്തനോ വെള്ളത്തിലിട്ട് അശുദ്ധമാക്കാനോ? ഇതൊക്കെ കഴിവിയ മേശ തന്നെ. നീ മാത്രമല്ല ഇവിടെ കഴിവുന്നത്. നമ്മൾ നല്ല ശുദ്ധമായ തേങ്ങയുടെ പാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ നമ്മൾ ഇതിലോട്ട് എഴുത്തുകയാണ്. ഇനി ഉപ്പും കൂടെ ഇട്ട് നല്ല കുറച്ച് തിളപ്പോടെ തിളയ്ക്കുമ്പോൾ കഞ്ഞി വെന്തായതൊക്കെ. ഓ വെന്ത് വേവ് നോക്കി ഒരു മട്ടൻ വേവ് പറഞ്ഞത്. നമുക്ക് ഉപ്പിടാം. ഓക്കെ, അവസാനമായിട്ട് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ്. തീരെ ഇല്ലെന്നല്ലേ പറഞ്ഞു. ഇത്രയും വെള്ളം ഇത്രയും വേണ്ടിയിരുന്നു. ഇവിടെ ഇങ്ങനെ തിന്നൂടാ, ഇത് നോമ്പ് തുറക്കുള്ള സാധനമാണോ? നോമ്പ് മുറിക്കാനുള്ള സമയം കഴിഞ്ഞ് അരമണിക്കൂറായിട്ട് തിന്നാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തിയേക്കും. സത്യം വിളിച്ച് പറയാതെ നോമ്പ് മുറിക്ക് സമയമായേ ഉള്ളൂ. 6:37. അവന്റെ വായിൽ വെച്ചു. എടാ ബാങ്ക് വിളിക്കുന്നു എന്ന ഇതിലാണ്. ബാങ്ക് വിളിച്ച് കഴിഞ്ഞാട്ടോ, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പൊ നോമ്പ് മുറിക്കും. ഇനി വേറെ വല്ലതും വേണോ? ഇനി ഞാൻ എടുത്ത് നിന്നോളാം. നമുക്ക് അങ്ങനെ മുഹബത്ത് കാ സർബത്ത് ട്രൈ ചെയ്ത് നോക്കാം. അതിനൊരു സ്നേഹത്തിന്റെ ടേസ്റ്റ് ഉണ്ട് വിഘ്നേഷിന്റെ കൈകളുടെ ഒന്നും പറയില്ല. തണുപ്പ് കുറച്ച് കുറവേ ഉള്ളൂ. ബാക്കി ആ സമയത്ത് കൈ നല്ല ചൂടായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? അതിന് പിള്ളേരെ കൂടി കൊടുക്ക്. അപ്പൊ ഇന്നത്തെ സ്റ്റാർ ആയിട്ട് ഇറച്ചിക്കനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം.
എനിക്ക് അലർജി. യവന്മാർ എന്നെ തേച്ചിട്ട് മട്ടൻ കഞ്ഞി വെച്ചു. ചിക്കൻ കഞ്ഞി ആയിരുന്നെങ്കിൽ ഞാൻ കുടിച്ചു. കൊള്ളാം അല്ലേ അരുൺ ചേട്ടാ? രണ്ട് കറണ്ടി ആയിട്ട് ഒരാളോട് കൈയടിയിടാ എല്ലാവരും. അതൊക്കെ ബുദ്ധിമുട്ടാവും. ചൂടാണ് ചൂട്. മട്ടൻ രണ്ടുപേരുടെ വൻ കഴിക്കുമായിരുന്നു. അവ എടുത്ത് കഴിക്കും. കൈ പിടിച്ച് തറയിട്ടാ. ഇന്ന് നമുക്ക് ഉന്നക്കായ കഴിക്കാം. ഉന്നക്കായ കഞ്ഞി എങ്ങനെയുണ്ട്? കൊള്ളാമോ? നല്ല അടിപൊളി കഞ്ഞിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ നിറച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ബെൽ ബട്ടണും കൂടെ ആവത്ത. അപ്പൊ ബൈ.